സവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന കാലത്ത് മഹാരാജാക്കന്മാർ എഴുന്നള്ളിയിട്ടുണ്ട് പ്ലാന്തറത്തറ വാട്ടിൽ. ഞങ്ങളുടെ പൂർവികരെല്ലാം വലിയ പ്രതാപശാലികൾ. എന്ത് സ്വത്തുണ്ടായിരുന്നു. നിലവും പുരയിടുമായിട്ട് ആയിരക്കണക്കിന് ഏക്കർ. എല്ലാം നശിച്ചു. എല്ലാവരും ചത്തൊടുങ്ങി. കേസ് പറഞ്ഞും കാവനപാട്ട് നടത്തിയും ഉത്സവം നടത്തിയും എല്ലാം നശിച്ചു. എട്ടുകെട്ടും ഇടക്കെട്ടും എല്ലാം വെട്ടിപ്പൊളിച്ചു. ഇപ്പോഴിതാ വടക്കേതെന്ന് പറയുന്നൊരു കൂനമ്പര മാത്രമുണ്ട്. ഇപ്പുറത്തൊരു കളരിയും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പവിത്രൻ സ്വരലയ. ഇന്ന് ജൂലൈ 4 പ്രൊഫസർ സാംബശിവന്റെ ജന്മദിനം. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. പല മഹാരഥന്മാരും ഓർത്തെടുത്തതിനപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഒരു ശ്രമം. കഥാപ്രസംഗത്തിലൂടെ ഉത്സവപ്പറമ്പുകളെയും പാർട്ടി സമ്മേളനങ്ങളെയും ഗ്രാമീണ സർവകലാശാലകളാക്കി മാറ്റിയ കാഥികൻ പ്രൊഫസർ വി സാംബശിവൻ. കഥാപ്രസംഗത്തിന് അപൂർവ ചാരുത പകർന്ന ഈ ജനകീയ കലാകാരൻ്റെ കഥകൾ കേട്ട് കോരിത്തരിക്കാത്ത ആസ്വാദ ഹൃദയങ്ങളില്ല. അരനൂറ്റാണ്ടോളം കഥകൾ പറഞ്ഞ് മലയാളികളുടെ കലാഹൃദയം കവർന്നെടുത്ത സാംബശിവൻ മലയാളത്തിന് നിരവധി കഥാപ്രസംഗ കലാസൃഷ്ടികൾ സമ്മാനിച്ചിട്ടുണ്ട്. സുതാര്യസുന്ദരമായ കഥാവതരണത്തിൽ ലയിച്ച് മലയാളികൾ ആസ്വാദനത്തിൻ്റെ കുളിർപ്പൊയ്കയിൽ നീന്തിത്തുടിച്ച ആ നല്ല കാലം അക്ഷരാഭ്യാസമില്ലാത്തവരെപ്പോലും വിശ്വസാഹിത്യത്തിൻ്റെ കഥാപ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സാംബശിവനെ മലയാള കലാ മനസ്സുകൾക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? 1996 ഏപ്രിൽ 23 ഉത്സവങ്ങൾ അവസാനിക്കുന്ന 10ാം ഉദയ നാളിൽ കഥകളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം മടങ്ങി. എങ്കിലും മരണമില്ലാത്ത അദ്ദേഹത്തെ നമുക്ക് ഇന്നും ഈ സായൻ സന്ധ്യയിൽ ചേർത്ത് നിർത്താം, ജൈവ വായനാവേദിയുടെ സ്ഥിരം ഇടങ്ങളിൽ. 1929 ജൂലൈ 4 കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം നടവത്തുചേരി മേലോട്ട് വേലായുധൻ്റെയും ശാരദയുടെയും ആദ്യപുത്രനായി അദ്ദേഹം ജനിച്ചു. ചവറ സൗത്ത് ഗവൺമെൻറ് UP സ്കൂളിലും ഗൃഹാനന്ദപുരം സംസ്കൃത കോളേജിലും ചവറ ശങ്കരമംഗലം സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം. കൊല്ലം ശ്രീനാരായണ കോളേജിൽ നിന്നും BA 1ാം ക്ലാസ്സിൽ പാസ്സായി. AESFൻ്റെ നേതാവായിരുന്നു. 1957 ഗൃഹാനന്ദപുരം ഹൈസ്കൂളിൽ അധ്യാപകനായി. 1960 B.Ed പാസ്സായി. 1957 വിവാഹം. സുഭദ്രയാണ് ഭാര്യ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ വസന്തകുമാർ സാംബശിവൻ കഥാപ്രസംഗ മേഖലയിൽ ഇന്നും സജീവമാണ്. 1949 ഓണക്കാലത്ത് ചതയം നാളിൽ, അതായത് സെപ്റ്റംബർ 17 രാത്രി 8 മണിക്ക് ഗൃഹാനന്ദപുരം ക്ഷേത്ര സന്നിധിയിൽ മൈക്കില്ലാതെ പെട്രോമാക്സിൻ്റെ കത്തിച്ചു വെച്ച വെളിച്ചത്തിൽ തൻ്റെ ആദ്യ കഥ അവതരിപ്പിച്ചു. ചങ്ങമ്പുഴയുടെ ദേവത. അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. കഥാപ്രസംഗ മേഖലയിലെ വിപ്ലവത്തിൻ്റെ തുടക്കം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കഥ പറയണമെന്ന് ആ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന O. നാണു ഉപാധ്യായൻ്റെ ഉപദേശം സാംബശിവൻ മനസ്സിൽ സൂക്ഷിച്ച കെടാവിളക്കായിരുന്നു. കലാവിദ്യാഭ്യാസം ചെയ്യാൻ കലശലായ മോഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. ഞാനൊരു കഥ പറയാം, പകരം പണം തന്നതിനെ സഹായിക്കണം. ആദ്യ വേദിയിലെ അദ്ദേഹത്തിൻ്റെ ആമുഖ വാചകങ്ങളായിരുന്നു. കഥ ആസ്വാദകരുടെ മനസ്സിൽ തട്ടി. ആയിരക്കണക്കിന് വേദികൾ അദ്ദേഹത്തെ തേടിയെത്തി. പഠിക്കുന്ന കാലത്തും തിരക്കുള്ള കാഥികനായി കഥ പറഞ്ഞ് കേരളത്തിൽ ഉടനീളം മുന്നേറി. ദേവതയ്ക്ക് ശേഷം കൊച്ചു സീത, മഗ്ദലന മറിയം, വാഴക്കുല, ഐഷ, റാണി, പട്ടുനൂലും വാഴനാരും, പ്രേമശില്പി, പുള്ളിമാൻ എന്നീ കഥകൾ അദ്ദേഹത്തിന് ആദ്യകാലത്ത് കഥാപ്രസംഗ വേദിയിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത വേദി ചിലതാണ്. എന്താ കൊച്ചമ്മ, നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, പോകാം. ഞാൻ പോയിക്കോളാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം പോയിക്കോളാം. തെറ്റ് തെറ്റ് തെറ്റ്. നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിശ്ചയിച്ചല്ലോ നിൻ അച്ഛൻ നിനക്കൊരു നിസ്തുല റാണിയെ സമ്മാനിപ്പാൻ. നിശ്ചയിച്ചല്ലോ നിൻ അച്ഛൻ. AISFലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സാംബശിവൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് വിലക്ക് ലംഘിച്ച് കഥ അവതരിപ്പിച്ചതിനെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കല കലയ്ക്ക് വേണ്ടിയല്ല, സമൂഹ മാറ്റത്തിന് വേണ്ടിയാണെന്ന് തെളിയിച്ച് ഇടതുപക്ഷ സംവിധാനം നിയമസഭയിലും ലോകസഭയിലും എത്തുന്നതിന് മുന്നേ തന്നെ ജനമനസ്സുകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരം ഉറപ്പിച്ചിരുന്നു. ശ്രീ സാംബശിവൻ അക്കാര്യത്തിൽ പകർന്നു നൽകിയ വിപ്ലവ വീര്യം
എത്രയോ വലുതാണ്. എന്റെ അഭിപ്രായത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടാവ് മനുഷ്യൻ തന്നെയാണ്. ശരിയല്ലേ? ഒരു മനുഷ്യൻ നല്ല മറ്റു മനുഷ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് മനുഷ്യന്റെ ദുഃഖത്തിന്റെ സൃഷ്ടാവ് മറ്റാരുമല്ല, മനുഷ്യൻ തന്നെയാണ്. മനുഷ്യ സമൂഹം 1924 പിറന്ന കഥാപ്രസംഗ പ്രസ്ഥാനം നവോത്ഥാന ഉൽപ്പന്നമാണ്. മറ്റൊരു സംഘടിത സാംസ്കാരിക പ്രവർത്തനവും ഇല്ലാതിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് സാംസ്കാരിക പ്രവർത്തനം നിർവഹിച്ച കലാരൂപമാണ് കഥാപ്രസംഗം. ജീവൽ സാഹിത്യ പ്രസ്ഥാനവും ഗ്രന്ഥശാല പ്രസ്ഥാനവും ഉണ്ടായത് കഥാപ്രസംഗ കല പിറന്ന് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ ഉന്നത ശീർഷങ്ങളായ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് മുന്നേ പറന്ന പക്ഷിയാണ് കഥാപ്രസംഗം എന്ന് ചുരുക്കം. ഇത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ആധികാരികമായി രേഖപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ്. ഒപ്പം ആ കല സമർപ്പിച്ച സേവനങ്ങളും. അത് സാധാരണ ജനങ്ങളിൽ സാഹിത്യ അവബോധവും കാവ്യസമ്പർക്കവും സൃഷ്ടിച്ചു. നല്ല ഭാഷ കേൾപ്പിച്ച് ശുദ്ധിയായും സൗന്ദര്യവത്തായും ഭാഷ പ്രയോഗിക്കാനും ജനസാമാന്യത്തെ പ്രാപ്തരാക്കി. ചെവിത്തഴമ്പിലൂടെ ആപ്തവാക്യ മഹിമയുള്ള കാവ്യശകലങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. കേരള ജനതയ്ക്ക് പാരായണ കൗതുകത്തിലേക്കും അതുവഴി വിശ്വസാഹിത്യ വിഹായസിലേക്കും വാതിൽ തുറന്ന കലയാണ് കഥാപ്രസംഗം. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളുടെയും രാഷ്ട്രീയ സമ്മേളനങ്ങളുടെയും അവിഭാജ്യ ഘടകമായിരുന്നു കഥാപ്രസംഗങ്ങൾ. സാമ്രാജ്യത്വത്തിനും അസമത്വത്തിനുമെതിരെയുമുള്ള പോരാട്ടങ്ങൾ, വർഗസമരം, തൊഴിലാളി വർഗ ഐക്യം തുടങ്ങിയ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സാംബശിവനെ പോലെയുള്ളവർ നൽകിയ സംഭാവന വളരെ വളരെ വലുതാണ്. ഏതാണ്ട് 53ഓളം കഥകൾ പറഞ്ഞ സാംബശിവൻ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ വിശ്വസാഹിത്യത്തിൻ്റെ വിശാലമായ ലോകം മലയാളികൾക്കും മുന്നിൽ തുറക്കുന്നതിൽ മഹത്തായ സംഭാവനയാണ് നൽകിയത്. വൈകാരിക മുഹൂർത്തങ്ങളടങ്ങിയ സന്ദർഭങ്ങൾ ഭാവ തീവ്രതയോടെയും സംഗീതത്തിൻ്റെ അകമ്പടിയോടെയും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശ്വസാഹിത്യത്തിൻ്റെ വിശാലമായ ലോകം മലയാളികൾക്കായി തുറക്കുന്നതിന് മഹത്തായ സംഭാവനകൾ നൽകിയ സാംബശിവൻ്റെ കഥയുണ്ടെന്നറിഞ്ഞാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ജനക്കൂട്ടം ഒഴുകിയെത്തുമായിരുന്നു. സാംബശിവൻ്റെ കഥ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ പോലും ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴയുടെ ദേവത മുതൽ 7 നിമിഷങ്ങൾ വരെയുള്ള അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ 10,000കണക്കിന് വേദികളിൽ വെച്ച് പൊതുസമൂഹവുമായി സംവദിച്ചു. 1963 കഥാപ്രസംഗവേദിയിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ടോൾസ്റ്റോയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് അനീഷ്യ എന്ന പേരിൽ കഥാപ്രസംഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. കഥാപ്രസംഗമായി മാറിയ ആദ്യ വിശ്വസാഹിത്യ കൃതിയായിരുന്നു അനീഷ്യ. കേരളീയർക്ക് ഇന്നത്തെ വിദ്യാസമ്പന്നത കൈവന്നിട്ടില്ലാത്ത കാലത്ത് ടോൾസ്റ്റോയിയെയും ഷേക്സ്പിയറെയും ബിമൽ മിത്രയെയും ദസ്തയേവ്സ്കിയെയും വളരെ ലളിതമായി പരിചയപ്പെടുത്തിയ ആ മഹാനായ കലാകാരൻ്റെ ജന്മദിനത്തിൽ കഥാപ്രസംഗ കലയെ പൂർവാധികം ശക്തമായി ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ചേർന്ന് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏകുന്നൊരന്ത്യോപഹാരമായി സീതയെ സ്വീകരിക്കണമേ ദേവാ. പോവുന്നു ദേവാ നിൻ പുള്ളിമണ്ണേരുന്നു ഭാവുകമൻ ദേവദേവാ, ഭാവുകമൻ ദേവദേവാ, ഭാവുകമൻ ദേവദേവാ.